അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായ ഒരു ശത്രുരാജ്യത്തിന്റെ ടോർപിഡോ കപ്പൽ മുക്കലെന്നാണ് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ അവകാശവാദം. ഭാഷ്യത്തോളം പോകുന്ന അങ്കിൾ സാം കോൺഫറൻസ് ആണെങ്കിലും ആ പറഞ്ഞത് പക്ഷേ വ്യാജമാണ്, കള്ളമാണ്. ഈ രാജ്യത്തിന് നമുക്കുണ്ട് മരണമില്ലാത്ത ഓർമ്മകളിൽ ഒരു കടൽ നിറയെ സങ്കടം, ഒരു നാവിക വേദന. 71-ലാണ് ഇന്ത്യ പാക് യുദ്ധകാലം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ ആ ശത്രുരാജ്യത്തിന്റെ രാക്കാല വഞ്ചന, ഇന്ത്യൻ നേവിയുടെ പ്രൈഡ് INS കുക്രി 3 ടോർപിഡോകളിൽ ആഴത്തിലേക്ക് ഉറപ്പിക്കുമ്പോഴും അമരത്തൊരു കരുത്തൻ, അടിമത്തമറിയാത്തവൻ, പേര് ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല. ബാക്കിയുണ്ടായിരുന്ന അവസാനത്തെ ജീവൻ രക്ഷാ ജാക്കറ്റ് ഒരു യുവ സൈനികന് ഊരി നൽകി മരിക്കുന്നെങ്കിൽ അത് രാജ്യത്തിനൊപ്പം എന്ന പ്രഖ്യാപനത്തിൽ അവസാനമായി ആ ക്യാപ്റ്റൻ സീറ്റിൽ ഭ്രാണഭയത്തിൽ തരിമ്പൊന്നു പേടിക്കാതെ യാനത്തിനൊപ്പം കടലാഴത്തിലേക്ക് പോയൊരു ധീര സൈനികൻ ഇപ്പോഴും അറബിക്കടലിന്റെ മരണമില്ലാത്ത വല്ലാത്തൊരു ധൈര്യത്തിന്റെ ഓർമ്മ. വർഷങ്ങൾക്കിപ്പുറം ഒരു രാജ്യസ്നേഹിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ. സല്യൂട്ട് ക്യാപ്റ്റൻ. ദാമൻ ദ്വീപിന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് INS കുക്രി മുങ്ങിയതെങ്കിൽ ശ്രീലങ്കൻ തീരത്തിന് 40 നോട്ടിക്കൽ മൈൽ അകലെ മറ്റൊരു കപ്പൽ മുക്കിയ ടോർപിഡോ IRIS ദേന, ഇറാനിയൻ പടക്കപ്പൽ. ഈ രാജ്യത്തിന്റെ ക്ഷണം ഹൃദയത്തിൽ സ്വീകരിച്ചെത്തിയ 18 സൗഹൃദ രാജ്യങ്ങളുടെ പടക്കപ്പലുകൾ ഒന്നാണ്. ഫ്ലീറ്റ് റിവ്യൂവിലടക്കം സിറ്റി പരേഡ് പൂർത്തിയാക്കി രാഷ്ട്രപതിക്ക് അഭിവാദ്യം നൽകി ഈ നാടിന്റെ സല്യൂട്ടേറ്റ് വാങ്ങിപ്പോയവരാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗസ്റ്റായി വന്നവർ. നമ്മുടെ മടക്കയാത്രയിൽ ആ വീടിന്റെ പിന്നാമ്പുറത്ത് അമേരിക്കൻ ആക്രമണത്തിൽ 87 പേർക്ക് ജലസമാധിയെങ്കിലും തെറ്റ് എന്നീ രാജ്യം എന്തുകൊണ്ട് കമാന്തരക്ഷരം മിണ്ടുന്നില്ലെന്ന് ചോദിക്കലാണ് പ്രതിപക്ഷം. അതിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രീയമില്ലാത്തൊരു പ്രതികരണം കണ്ടു. മൊസാദിന്റെ ഏതോ മുന്നുദ്യോഗസ്ഥനാണ് അരി ബൻ മനാഷെ. 13 മാത്രം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് അങ്ങേയറ്റം ക്രൂരതയിൽ പരമാവധി പീഡിപ്പിച്ച പീഡോഫൈൽ ടേപ്പുകൾ വെച്ച് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് ട്രംപിനോട് ഇസ്രായേൽ ബ്ലാക്ക്മെയിലിംഗ് എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരു രാഷ്ട്രീയക്കാരൻ I24 TV അവതാരകൻ ഷാരോൺ ഗാൾ പറയുന്നുണ്ട്, ഇസ്രായേൽ ഇന്ത്യയെ എടുത്തെന്നും ആയുധ നിർമ്മാണത്തിന് 140 കോടി ഇന്ത്യക്കാർ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നുവെന്നാണ് നാളിയ വർത്താനം. ഏതെങ്കിലും ആയുധ കരാർ ബലത്തിൽ അടിമരാജ്യമാക്കിയെന്നാണ് ധാരണയെങ്കിൽ ഒന്നുകൂടെ മൂക്കണം മോനെ ഷാരോണെ. ഇത് ഗാന്ധിയുടെ രാജ്യം, ഇന്ത്യയൊക്കെ ആചാര്യൻ സർ ജോൺ സൈമൺ അണ്ണാക്കിൽ പൊട്ടിച്ച ഭഗത് സിംഗിന്റെ രാജ്യം. ആ വെർബൽ ഡയറി, ആ നാവിട്ട് വായിട്ട് അവിടെ മതി, ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വേണ്ട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കേണൽ ടിന്നി, ശ്രീ രാജു പി നായർ, ഡോക്ടർ പ്രഭാകരൻ പലേരി, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ രാജു പി നായരിലേക്ക് പോകുന്നു. ശ്രീ രാജു പി നായർ, ഇതൊരു നയതന്ത്ര പ്രശ്നം കൂടിയാണല്ലോ. വൈകിയാണെങ്കിലും ഇറാൻ എംബസി ഡയറിയിൽ ഖമനേയി വധത്തിൽ ഇന്ത്യയുടെ അനുശോചനം കുറിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി. ഐറിസ് ദേന ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ വാട്ടേഴ്സിലല്ലെന്നും അത് അന്താരാഷ്ട്ര സമുദ്രത്തിലാണെന്നും ഇപ്പോൾ അവർ നമ്മുടെ അതിഥികളല്ല കപ്പലെന്നും വരുന്നൊരു വിശദീകരണം, ഒഫീഷ്യൽ വിശദീകരണം ആയിട്ടില്ല. അതും എന്നിട്ടും എന്തുകൊണ്ടാണ് PM കോംപ്രമൈസ്ഡ് എന്നൊരു പൊളിറ്റിക്കൽ പ്രതികരണം ഈ വിഷയത്തിലും രാഹുൽ ഗാന്ധി നടത്തുന്നത്? ശ്രീ രാജു പി നായർ. ആശ്മി, അത് ഒരു സമാധാന സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഒരു യുദ്ധകാലത്തിലല്ല, ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഒരു യുദ്ധകാലത്തല്ലാതെ ആദ്യത്തെ തന്നെ ഒരു ആക്രമണത്തിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ തലവനെ വധിച്ചാൽ, അനുശോചിച്ചാൽ മതിയോ? അതിന് അപലപിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ വാക്കുകളിൽ ഇത്രമാത്രം കോംപ്രമൈസ് ചെയ്യുന്നത്? ഇറാൻ ഇന്ത്യയുടെ സുഹൃത്താണ്. ഇറാനിൽ ചബാഹർ പോർട്ട് ഉൾപ്പെടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, നമ്മളുമായി ദീർഘകാല ബന്ധമുണ്ട്, നമ്മളുമായി ഒത്തിരി നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ തലവനെ തന്നെ ഒരു സമാധാന സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിനകത്ത് ന്യൂക്ലിയർ ആംസിനെ സംബന്ധിച്ച് ധാരണയിലെത്തിയിരുന്നു, ഒമാൻ മധ്യസ്ഥതയിൽ നടക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ആ സമാധാന സംഭാഷണം നടക്കുന്നതിനിടയ്ക്കാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണം ആദ്യം തന്നെ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ നേതാവിനെ കൊന്നുകൊണ്ടാണ്. അതിനെ എന്തുകൊണ്ട് അപലപിക്കാൻ കഴിയുന്നില്ല? അവിടെയാണ് നമ്മൾ കോംപ്രമൈസ്ഡ് ആയി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് ഈ ഇസ്രായേലിൽ ഇത്ര വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിന് ഒരു ദിവസം മുൻപ് നരേന്ദ്രമോദി ഇസ്രായേൽ ചെല്ലുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇത്രമാത്രം വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന, യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ അവിടെ കൊണ്ടുവരുമോ? അവരെ സംബന്ധിച്ചോളം അത് ചെയ്യുന്നൊരു കാര്യമാണ്, അത് സ്വാഭാവികമാണ്. അല്ല, നമുക്കറിയണമെന്നില്ലല്ലോ, അത് നമുക്കറിയണമെന്നില്ലല്ലോ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയണമെന്നില്ലല്ലോ ശ്രീ രാജു പി നായർ. നമുക്കറിയണം എന്നില്ല. പക്ഷേ പിന്നീടുള്ള ഈ സർക്കാരിൻ്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഒരു രാജ്യം, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചേരിചേരാ നയം എന്താ? ചേരിചേരാ നയം BJP പറയാൻ ശ്രമിക്കുന്നത്, ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലും മിണ്ടാതിരിക്കാതാണ്. അങ്ങനെയാണോ? രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ, തർക്കമുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ, സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്നതാണോ ചേരിചേരാ നയം? അങ്ങനെയല്ല. ചേരിചേരാ നയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘർഷത്തിൽ നമുക്ക് യോജിച്ച നിലയ്ക്കുള്ള നിലപാടെടുക്കാനും നമുക്ക് സ്വതന്ത്രമായി വിമർശനം ഉന്നയിക്കാനും സമ്മർദ്ദമുണ്ടാക്കാനും ആ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി ഇടപെടുകയും ചെയ്യുന്നതാണ് ചേരിചേരാ നയം.
അതല്ലാതെ നമ്മൾ നേരത്തെ സംഭവിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ മിണ്ടാതെ അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് AC റൂമിൽ കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു ചേരാ നയം. ഈ ഇന്ത്യ മഹാരാജ്യം ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് പല സംഘർഷങ്ങളിലും ക്രിയാത്മകമായി ഇടപെട്ട ചരിത്രമുള്ള നാടാണ്. രാജീവ് ഗാന്ധി മരണപ്പെട്ടപ്പോൾ ലോകത്തുനിന്നുള്ള 54 രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിലെത്തി. എന്താ പറഞ്ഞത്? ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും വലിയ ശ്രമം നടത്തിയൊരു നേതാവായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഇത്രമാത്രം സംഘർഷം ഈ ലോകത്തുണ്ടായിട്ട് ഇന്ത്യക്ക് എന്ത് പൊസിഷനിങ്ങാണ് ഉള്ളത്? ഇന്ത്യ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വ്യക്തമായൊരു അഭിപ്രായം പറയുന്നുണ്ടോ? അമേരിക്കയെ പേടിച്ച് പറയുന്നതല്ലാതെ ഇന്ത്യക്ക് വ്യക്തമായ നയമുണ്ടോ? ഇറാനിൽ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള GCC രാജ്യങ്ങൾ ഉൾപ്പെടെ അവിടെ ആക്രമണം ഉണ്ടാവും. നമുക്ക് അറിയാത്തതല്ലോ. 8 മാസം മുമ്പ് ഇറാനെ ആക്രമിച്ചു. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യത്ത് അമേരിക്കൻ അവരെ സംബന്ധിച്ചോളം സ്വയരക്ഷയാണ്. കാരണം ചുറ്റുപാടുമുള്ള 19ഓളം US ആർമി ബേസുകളിൽ നിന്ന് ഇറാനെതിരെ ആക്രമണം ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അവർ അങ്ങോട്ടേക്ക് ആക്രമിക്കുകയാണ്. വേറെ മാർഗമില്ല അവർക്ക്. അത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക്, ഈ രാജ്യത്തിൻ്റെ സർക്കാരിന് കഴിയുന്നില്ലേ? അപ്പം നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യ സമ്പത്ത് അവിടെ ഉള്ളപ്പോൾ, നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളപ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ പെട്രോളിയം, ഗ്യാസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സ്റ്റേക്ക് അവിടെ കിടക്കുന്ന സമയത്ത് ഈ ഒരു സംഘർഷം ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിക്കേണ്ടി വരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ സംഘർഷം ഒഴിവാക്കാൻ ഇടപെടുകയല്ലേ ഒരു രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം? ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഈ ലോകം മുഴുവൻ താൻ വിശ്വഗുരുവാണ്. താൻ മാഡിസൺ സ്ക്വയറിലും ടൈംസ് സ്ക്വയറിലും പോയി പണം ചെലവാക്കി പരിപാടി നടത്തി കുറേ പേര് മോദി 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 എന്ന് വിളിച്ചപ്പോൾ താൻ വിശ്വഗുരുവായി എന്ന് പറഞ്ഞ ആളാണ്. ഏറ്റവും വലിയ സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ്. അവിടെ പോയിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി അബ്കി ബാർ മോദി സർക്കാർ എന്ന് പറഞ്ഞ ആളാണ്. നെതന്യാഹു തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ സുഹൃത്ത് ബന്ധം എന്തിനാണ് ഈ രാഷ്ട്രം ഉപയോഗിക്കേണ്ടത്? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ആരോട് സുഹൃത്താവുന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ആ സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യവും അത് ഉപയോഗിക്കേണ്ടത് എന്തിനാ? അപ്സ്റ്റീൻ ഫയലിനെ പോലെ അവിടെ പോയി ഇസ്രായേലിന് വേണ്ടി ഡാൻസ് കളിക്കാനാണോ അത് ഉപയോഗിക്കേണ്ടത്? അതിന് മറിച്ച് ഈ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടതാണ് ഒരു രാഷ്ട്രത്തലവൻ്റെ വ്യക്തിബന്ധം. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, വ്യക്തിബന്ധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാതിരുന്ന സമയത്ത് വിസ പോലും കിട്ടിയില്ലല്ലോ US പോകാൻ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന സൗഹൃദം, രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ട സമയത്ത് ആ രാജ്യങ്ങളോടൊപ്പം നിന്ന് ഈ അനീതി നടപ്പാക്കാൻ വേണ്ടി നിശബ്ദനായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം ഇന്ത്യൻ സമുദ്രാതിർത്തിക്കകത്തല്ല, പക്ഷെ വിശാഖപട്ടണത്ത് വന്നതിന് ശേഷം പോയതാണ്. ടെക്നിക്കലി വേണേൽ പറയാം, ഇത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്വമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, അന്താരാഷ്ട്രമായിട്ടുള്ള കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ ആ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്ത ഒരാളാണെങ്കിൽ 56 ഇഞ്ചല്ല 56 മില്ലിമീറ്റർ പോലും ഇല്ലാത്ത മനസ്സാണ് എന്ന് പറയുന്നത്. ഈ ലോകത്തോട് പറയേണ്ടതാണ്, തെറ്റാണ് എന്ന് പറയും. ഇറാഖിലേക്ക് അധിനിവേശം നടത്തിയപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇവർ മൗനി ബാബ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന മൻമോഹൻ സിംഗ് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് എന്താ പറഞ്ഞത്? ഇറാഖിന്റെ മേൽ അധിനിവേശം നടത്തിയത് തെറ്റാണ്, അമേരിക്കയുടെ മണ്ണിൽ വെച്ച് പറഞ്ഞതാണ് അല്ലേ? ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് പേടിയുണ്ടാവും. അത് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ, ഞാൻ വാതുറന്നാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ആ പേടി ചിലപ്പോൾ നരേന്ദ്രമോദി കൊള്ളവുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് അനുശോചനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇറാന്റെ പരമാധികാരത്തിനെതിരെ നടത്തിയ ഈ ആക്രമണം എല്ലാ കൺവെൻഷനുകളെയും യുദ്ധനീതിയെയും ലംഘിച്ചുകൊണ്ട് അപലപിക്കണം എന്നാണ് രാജീവ് പിന്നാലെ പറഞ്ഞത്. രാജ്യം ചെയ്യേണ്ടത്. ഓക്കെ, ശ്രീ കേരള ഇനിയും ഇപ്പോൾ ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. അതായത് പലസ്തീൻ എന്ന് പറയുന്നത് അറബികളുടെ നാടാണെന്നും അവിടെ വലിഞ്ഞു കയറിപ്പോയി ഇസ്രയേൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോലാണ് ശാശ്വത സമാധാനം എന്ന് പറഞ്ഞത് മൻമോഹൻ സിംഗ് അല്ല, അത് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി ആണ്. പോട്ടെ, ഇന്ത്യ നിലപാടിൽ നിന്ന് മാറി എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണം. അതും പോട്ടെ, ഇവിടെ നമ്മുടെ ഈ കപ്പൽ എന്താണ്, നമ്മുടെ മിലാൻ 2026 പങ്കെടുത്തു, ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്തു, അവിടെ വിശാഖപട്ടണത്ത് സിറ്റി പരേഡിൽ പങ്കെടുത്തു, അവരുടെ ബാൻഡ് സെറ്റ് അടക്കമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇറാന്റെ നാവികസേനാ മേധാവി അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇന്ത്യയിൽ വന്നു. ഇന്ത്യൻ നാവികസേനാ മേധാവിയുമായി അവർ സംസാരിച്ചു. ചർച്ചകൾ കഴിഞ്ഞ് മടങ്ങിപ്പോയ വഴിക്കാണല്ലോ ഈ പറയുന്ന ആക്രമണം ഉണ്ടായത്. അന്ന് PIBയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്:
The president appreciated the officers and sailors from friendly foreign navies. She said that they represent the best traditions of their service and their nation. Their discipline, dedication, and competence are the foundations upon which collective maritime security is built. She underlined that their presence in the fleet review has further strengthened our bonds of trust and reaffirmed our shared commitment to peace, stability, and cooperation at sea. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷണിച്ചു വന്ന നമ്മുടെ സൗഹൃദ രാജ്യം, ശരി, അത് നടന്നത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും അത് ശരിയല്ല എന്ന് പറയാനുള്ള, മയത്തിൽ പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം നമുക്കുണ്ടോ ശ്രീ എസ് ഡിന്നി? നോക്കൂ ശ്രീ ഹാഷ്മി, ഈ ഒരു മിലാൻ 2026 ഏകദേശം 74 രാജ്യങ്ങളുടെ ഷിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഷിപ്പുകളും മറ്റ് നേവിയുടെ അസറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 74 രാജ്യങ്ങളുടെയാണ്. അതിനകത്താണ് ഇറാനിന്റെ ഷിപ്പ് യുദ്ധക്കപ്പലും നമ്മളിവിടുത്തെ വന്നിട്ടുള്ളത്. അപ്പം ഇത് 25-ാം തീയതി കഴിഞ്ഞ് അത് തിരിച്ചു പോവുകയാണ്. 28-ാം തീയതിയാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. അപ്പം നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്റർനാഷണൽ മാരിടൈം ബൗണ്ടറീസ് ഉണ്ട്. അതായത് 12 നോട്ടിക്കൽ മൈൽസ് വരെ നമ്മുടെ സ്വന്തം, അതിനകത്ത് നമ്മുടെ സോവറിൻ റൈറ്റ്സ് ആണ്. 24 വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇതാണ്. 200 നോട്ടിക്കൽ മൈൽസ്, ഏകദേശം 370 കിലോമീറ്റർ വരെ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണ്. ഈ ഒരു ഷിപ്പിന് IRS ദേനേനെ അവര് US സ്ട്രൈക്ക് ചെയ്തത് എവിടെയാണ്? ശ്രീലങ്കയിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽസിലാണ്. ഒന്ന് അത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവര് പോയ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും എസ്കോർട്ടിന്റെ ആവശ്യം, ഇപ്പൊ നേവിയിൽ എസ്കോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പം ചില ഏരിയയിലൂടെ പോകുമ്പോൾ അവർ എസ്കോർട്സിന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇന്ത്യയിൽ നിന്ന് അത് അവർ ചോദിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു റിക്വസ്റ്റ് പോലും ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അതായത് ഒരു ധാർമ്മികമായിട്ട് നമ്മൾ ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. നമ്മളെ ഏതെങ്കിലും ഒരു ബേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് വരണമെന്ന് അവർ ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല എന്നും നടന്നിട്ടില്ല. പക്ഷെ ഇപ്പം വരുന്ന ചില റിപ്പോർട്ട്സ്, അതായത് ശ്രീലങ്കൻ പാർലമെന്റിൽ ഒരു MP ചോദിച്ചതായിട്ട്, എന്തുകൊണ്ട് ഈ ഷിപ്പ് ഏകദേശം 11 മണിക്കൂറോളം ശ്രീലങ്കയിലേക്ക് ചോദിക്കുമായിരുന്നു പെർമിഷൻ, പക്ഷെ അത് കൊടുത്തില്ല എന്നുള്ള അൺകൺഫേംഡ് റിപ്പോർട്ട്സ് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഉള്ള ഒരു ധാർമ്മികമായിട്ട് നോക്കൂ, ഈ ഒരു ഷിപ്പ് നമ്മുടെ അഭിമാന പരിപാടിയാണ്. ആ അഭിമാന പരിപാടിയിൽ ഞാൻ ഒരു ചെറിയ തിരുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 74 രാജ്യങ്ങളുടെ പടക്കപ്പലുകളൊന്നില്ല. 74 രാജ്യങ്ങൾ സഹകരിച്ചതാണ്. 18 രാജ്യങ്ങളുടെ 19 പടക്കപ്പലുകളാണ് അന്ന് പടക്കപ്പൽ എന്നുള്ള നിലയ്ക്ക് അവിടെ വന്നത്. അമേരിക്കൻ പടക്കപ്പൽ വരുമെന്ന് പറഞ്ഞു, പക്ഷേ അവർ വന്നില്ല. ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ടാകും. 74 രാജ്യങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നെങ്കിലും ആ 18 രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച് നമ്മുടെ ഒരു രാജ്യത്തിന്റെ അഭിമാന പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരാണ്. ആ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം, ധാർമ്മിക കടപ്പാട്, താങ്കൾ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നിക്കലി ശരിയാണെന്ന് പറയുമ്പോൾ പോലും ഞങ്ങളുടെ അടുത്ത് വെച്ച് ഈ പണി ചെയ്തത് ശരിയായില്ല എന്ന മയത്തിലൊന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടോ ശ്രീ എസ് ഡിന്നി? ഞാൻ അതിന്റെ ഇതന്നെ ചോദിച്ചു. നോക്കൂ, ഇപ്പം ഈ ഒരു യുദ്ധം നടക്കുകയാണ്. ശ്രീ ഹാഷ്മി, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ യുദ്ധത്തില് നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ശരികളും തെറ്റുകളൊന്നുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും, അല്ലെങ്കിൽ ശരിയായിട്ട് തോന്നും. ഈ ശരിയും തെറ്റുകളൊന്നും അല്ല യുദ്ധത്തിൽ നടക്കുന്നത്. ഏതൊരു യുദ്ധമായാലും ശരി. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇറാനിന്റെ ശരികളും ഇറാന്റെ തെറ്റുകളും, US-ന്റെ ശരികളും US-ന്റെ തെറ്റുകളാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കയറിയിട്ട് അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? US ചെയ്ത തെറ്റാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 3 ദിവസം മുമ്പ് ഇറാൻ ഇതേപോലെ അവരുടെ US കാരിയറിൽ സ്ട്രൈക്ക് ചെയ്തില്ലേ? 6 US സോൾജേഴ്സ് മരിച്ചില്ലേ? അതെങ്ങനെയാണ്? അപ്പൊ അത് നമ്മൾ തെറ്റാന്ന് പറയുമോ? അപ്പൊ ഇത് രണ്ടും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ ഇത് യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മളതായിട്ടുള്ള ശരികളും തെറ്റുകളൊന്നും ഇല്ല. ഏതൊരു യുദ്ധമായാലും ശരി. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്തു. ആ പാകിസ്ഥാനിൽ സ്ട്രൈക്ക് ചെയ്തപ്പം വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്, ശരിയാണെന്ന്? എത്ര രാജ്യങ്ങൾ പറഞ്ഞു? നമുക്ക് ശരിയായിട്ട് തോന്നി, നമ്മളത് ചെയ്തു. അപ്പൊ ഇത് യുദ്ധത്തിൽ നമ്മൾ എന്തുകൊണ്ടൊരു സ്റ്റാൻഡ് എടുത്തില്ല എന്ന് നേരത്തെ ശ്രീ രാജുഭായ് നായർ പറഞ്ഞു. ഞാൻ ഒരു 3 എക്സാമ്പിൾ പറയാം. ഒന്ന്, 1956 പണ്ഡിറ്റ് നെഹ്റു ഹംഗറി എന്നുള്ള രാജ്യത്തിൽ അവിടെ സോവിയറ്റ് യൂണിയൻ അഗേൻസ്റ്റ് ആയിട്ട് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നു. ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. അന്ന് പണ്ഡിറ്റ് നെഹ്റു അതിനെ അപലപിച്ചായിരുന്നോ? കണ്ടം എന്നുള്ള വേർഡ് യൂസ് ചെയ്യായിരുന്നോ? ഇല്ല. ഞാൻ അതിനെ വിശ്വസിക്കുന്നത് അത് രാജ്യ താല്പര്യത്തിന് വേണ്ടി തന്നെയായിരുന്നു. അതായത് സോവിയറ്റ് യൂണിയൻ അന്ന് പിണക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഇനി വേറൊരു ഞാൻ ചോദിക്കാം. 1900 നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞു ഈ ചേരിചേരാ നയത്തിൽ നമ്മൾ AC റൂമിൽ കയറി ഇരിക്കുന്നതല്ലെന്ന്. 1971 ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, ശക്തമായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ, നമുക്ക് ഇത്രയും വലിയൊരു വിജയം തന്ന ഒരു പ്രൈം മിനിസ്റ്റർ, ആ ഇന്ദിരാഗാന്ധി എന്ത് ചേരിചേര നയത്തിന്റെ പേരിലാണ് ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ചെയ്തത്? ആ ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ചെയ്തോണ്ടല്ലേ നമ്മളെ 7th ഫ്ലീറ്റ് വന്നപ്പം തിരിച്ചു പോകാൻ അവർക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്? അപ്പൊ അവിടെ എന്ത് ചേരിചേര നയം വന്നു? അവിടെയും രാഷ്ട്ര താല്പര്യമാണ് നോക്കിയത്. ഇനി മൻമോഹൻ സിംഗ്ജിയുടെ കാര്യം ഞാൻ പറയാം. പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്
സദ്ദാം ഹുസൈൻ മരിച്ചത് ഇവിടെ തൂക്കിക്കൊന്നത് ഡിസംബർ 30 2006 അന്ന് UP ഭരിച്ച ശ്രീ മൻമോഹൻ സിംഗ് അതിനെ കണ്ടം എന്നുള്ള വേർഡ് യൂസ് ചെയ്യായിരുന്നോ, അപലപിച്ചായിരുന്നോ? ഇല്ല, ഡീപ്ലി ഡിസ്റ്റർബ്ഡ് മാത്രമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം US അന്ന് നമുക്ക് പണക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ. അല്ലാതെ ഇത് നമ്മള് എന്താ പറഞ്ഞ പറയാം, TV ചാനലിൽ വന്ന് പറയാം, നമുക്ക് ഡിപ്ലോമസി വേറൊരു സാധനമാണെന്ന് പറഞ്ഞത്. പക്ഷേ 7ാം കപ്പൽപ്പട വരുമ്പോഴേക്കും ഇന്ത്യയുടെ സമുദ്രാതിർത്തി കടന്നാൽ ആ 7ാം കപ്പൽപ്പട തിരിച്ച് ജീവനോടെ പോകണം ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഇന്ദിരാഗാന്ധി ധൈര്യത്തോടെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞത് അമേരിക്കയോട് തന്നെയാണ്. ഞാൻ അങ്ങനെ എത്താം. പ്രഭാരം പലേരി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 71 ഇന്ത്യ പാക് യുദ്ധകാലത്ത് പറഞ്ഞതിന്റെ ശ്രീ ഹാഷ്മി ഒറ്റൊരു വാക്ക്, അത് പറഞ്ഞതിന്റെ ഒരൊറ്റ മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞതിന്റെ പിന്നിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള സുഹൃത്ത് നമ്മളുടെ അടുത്തുണ്ടായിരുന്നു. അത് ശ്രീമതി ഇന്ദിരാഗാന്ധി വളരെ കറക്റ്റ് ആയിട്ട് പോയി ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സൈൻ ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ചേർത്ത് പറയാം. അന്നും അമേരിക്ക ഈ പറയുന്ന പോലെ ശക്തമായ രാജ്യമാണ്. നിക്സൺ അവിടുത്തെ വലിയ കൊമ്പ് വെച്ച അവിടുത്തെ വലിയ പ്രസിഡന്റാണ്. തരിമ്പിന് പേടിയില്ലാതെ പറഞ്ഞാണ് ഇന്ദിരാഗാന്ധി. പോട്ടെ, പഴയ ചരിത്രം എന്തൊക്കെയുണ്ട്. പ്രധാനമന്ത്രി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 71 ഇന്ത്യ പാക് യുദ്ധകാലം, അന്ന് INS കുക്രി ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലെ ധീരമായ വേദനയാണ്. അന്ന് ഞാൻ പറയാം, വേദന എന്ന് പറയില്ല, ധീരമായ വേദനയാണ്. അന്ന് ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഹോർമിസ് കടലെടുക്ക് താണ്ടി ഒരു കപ്പൽ, ആ കപ്പലിൽ താങ്കൾ ഉണ്ടായിരുന്ന കാര്യം ഒരു ലേഖനത്തിൽ ഇന്ന് വായിച്ചു, അങ്ങ് എഴുതിയത്. അന്ന് ഇറാന്റെ ചെറിയാനങ്ങൾ തടഞ്ഞ കാര്യം താങ്കൾ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന സമയവും അവിടെ നമ്മുടെ ബാക്ക്യാർഡിൽ ഇറാന്റെ ഒരു കപ്പൽ, ഇന്ത്യയിലേക്ക് വന്ന് ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക ടോർപിഡോ വെച്ച് മുക്കിയ ഈ സമയവും 37 ഇന്ത്യൻ ഫ്ലാഗ് കപ്പലുകൾ, അതിലെ 1109 ജീവനക്കാർ അവിടെ കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ സാഹചര്യം മാനേജ് ചെയ്യാൻ കഴിയുക, ശ്രീ പ്രഭാരം പലേരി? ഈ 1971 യുദ്ധത്തിൽ ഞാനും ഉണ്ടായിരുന്നു. താങ്കൾ ഇപ്പൊ കുക്രിയെ പറ്റി പറഞ്ഞു, ക്യാപ്റ്റൻ മുല്ലയെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തെ എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്റെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് യുദ്ധം എന്ന് പറയാൻ ഞാൻ ഭാവിക്കുന്നില്ല. കാരണം ഇത് യുദ്ധമായിട്ട് ഒന്നാമത് ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇതുവരെ. അമേരിക്കൻ കോൺഗ്രസ് ആണത് ചെയ്യേണ്ടത്. പിന്നെ യുദ്ധം എന്ന് പറയുന്ന സംഗതി 2021 മുതൽ അവസാനിച്ചു എന്നാണ് ഞാൻ പറയുക. അവിടെ യുദ്ധം എന്താണെന്ന് പറഞ്ഞാൽ സംഘർഷം നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുമ്പോഴാണ് അത് യുദ്ധമായിട്ട് മാറുക. അത് രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കണം, ഡിക്ലെയർ ചെയ്യണം. ഇത് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം. അതും യുദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല. അതൊക്കെ ഞാൻ എഴുതിയ എൻ്റെ പ്രബന്ധങ്ങളിലും എൻ്റെ പുസ്തകങ്ങളും നോക്കിയാൽ മനസ്സിലാവും. അത് തന്നെ ഞാൻ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഞാനിവിടെ കാര്യമായിട്ട് ഒരു പ്രത്യേക സംഗതി ഒന്നും കാണുന്നില്ല. ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ 1951 മുതൽ തുടങ്ങിയതാണ്. ഞാൻ ഇറാനിൽ പോയിട്ടുണ്ട്, ഞാൻ പലതും ചെയ്തിട്ടുമുണ്ട്. 51 മുതൽ തുടങ്ങിയ സംഭവമാണ് ഇത്. അതിന്റെ അവസാനമായോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനെപ്പറ്റി ഞാൻ ശരിക്കും പഠിച്ചു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അമേരിക്കയെ തുടങ്ങിയ 51 മുതൽ തുടങ്ങിയ ഈ യുദ്ധം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. പല ഭാഗത്തും ഇറാൻ, ഇറാഖ് അങ്ങനെ പല ഘട്ടങ്ങളിലും കൂടെ വന്നു. 51, 53, 79 രേസാ പാൽവി പോയ സമയത്ത്, പിന്നെ 80-ലെ ഇറാൻ ഇറാഖ് യുദ്ധം. അപ്പൊ ഇത് ഇനി തുടർന്നു പോകാനേ സാധ്യതയുള്ളൂ. ഇതൊരു പക്ഷെ എപ്പോഴാണ് അവസാനിക്കുക എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ ഇതൊരു സംഘർഷമായതുകൊണ്ട് ഇത് കൺട്രോൾ നിയന്ത്രിക്കാൻ സാധിക്കും. യുദ്ധം നിയന്ത്രിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ കേട്ട ആ ന്യൂസ്, ഒരു ഷിപ്പിനെ, ഒരു യുദ്ധക്കപ്പലിനെ, ദീന എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ ഒരു അമേരിക്കൻ സബ്മറീൻ മുങ്ങിക്കപ്പൽ ടോർപിഡോ അടിച്ചു അതിനെ മുക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുക്രിക്കും സംഭവിച്ചിട്ടുള്ളത്. 3 ടോർപിഡോകളാണ് അന്ന് വന്നത്. അതുപോട്ടെ, ഇവിടെ ഇപ്പോ എത്ര ടോർപിഡോസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് വലിയൊരു കപ്പലാണ്. ഈ കപ്പലിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഇറാൻ നാവികസേനയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു കപ്പലാണ്. 5 വർഷം മറ്റേ ആയിട്ടുള്ളൂ. അതിലുള്ള എല്ലാ സാമഗ്രികളും ഇറാനിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എൻജിൻ, ആയുധങ്ങൾ, അതിൽ മിസൈൽസ് ഉണ്ട്, സർഫേസ് ടു സർഫേസ് മിസൈൽസ് ഉണ്ട്, ടോർപിഡോസ് ഉണ്ട്. അതിന് സബ്മറീനെയും അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ കപ്പൽ അവിടെ ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് വന്നത് ഈ 74 രാജ്യങ്ങളും അതിലെ ഒരു അമേരിക്കൻ കപ്പലും വരേണ്ട സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല, അത് വന്നിട്ടില്ല. ഈ കപ്പൽ വന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിലേക്ക് അത് എത്തിയത് ബ്രസീലിൽ നിന്നാണ്. അപ്പൊ ഇത് ലോക പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. കാരണം അത് എല്ലാ രാജ്യങ്ങളും ചെയ്യും. അതിൽ ഒന്നാമത് ഇതിന് കച്ചവട സാധ്യതകളുണ്ട്. ഇതുപോലുള്ള
ഇതുപോലെയുള്ള കപ്പലുകൾ ഇറാൻ ഉണ്ടാക്കാൻ പറ്റി അത് പല രാജ്യങ്ങൾക്കും കാണിച്ചു കൊടുത്ത് വിൽക്കാനും പറ്റും. അത് യുദ്ധ സാമഗ്രികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാനും യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറാനിലേക്ക് പോയത്, ഇറാൻ ആ ഭാഗത്തേക്കൊക്കെ പോയത്, നമ്മളെ നാട്ടിന്റെ പറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് യുദ്ധം തുടങ്ങി ഒരു 5-6 ദിവസം കഴിഞ്ഞ് യുദ്ധം തുടങ്ങി. അപ്പോൾ മുങ്ങിക്കപ്പലുകൾ, ആ മുങ്ങിക്കപ്പലുകൾ പക്ഷേ ഇത് അറിയണം എന്നില്ല. കാരണം അമേരിക്കയുടെ മുങ്ങിക്കപ്പലുകൾ കടലിനടിയിൽ പോകുന്ന 6 മാസമൊക്കെ കടലിനടിയിൽ നിൽക്കുന്നവരാണ്. അത് എനിക്കറിയാം. അപ്പൊ ആ മുങ്ങിക്കപ്പലിന് ഇതിനെപ്പറ്റി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതൊരു കപ്പൽ കണ്ടു, ഇറാന്റെ കപ്പൽ കണ്ടു, യുദ്ധം അതിനെ മുക്കി. കാരണം അപ്പോഴത്തേക്ക് യുദ്ധം നടന്നു എന്നുള്ള കാര്യം, തുടങ്ങി എന്നുള്ള കാര്യം അവർക്ക് അറിയാം. അതിൽ മുങ്ങിപ്പോയി ഒരു ടോർപിഡോ അടിച്ചു. ശ്രീലങ്കൻ നാവികസേന പോകാനുള്ള കാരണം അന്താരാഷ്ട്രീയ നിയമപ്രകാരമാണ്. അതായത് ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ എഗ്രിമെന്റ് ഉണ്ട്. 7 രാജ്യങ്ങൾ അടങ്ങുന്ന എഗ്രിമെന്റിൽ ഇന്ത്യയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അതിന് ഏറ്റവും അടുത്തുള്ള ഒരു രാജ്യം പോയി എന്ന് പറയാം. അതായത് ശ്രീലങ്കയാണ് ഏറ്റവും അടുത്തുള്ളത്. അവരെ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ മൗറീഷ്യസ് ആകാം, പല രാജ്യങ്ങളും ആകാം. 7 രാജ്യങ്ങൾ അടങ്ങിയ ഒരു അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ രക്ഷപ്പെടുത്തിയത് ഈ അന്താരാഷ്ട്രീയ സെർച്ച് ആൻഡ് റെസ്ക്യൂ എഗ്രിമെന്റ് പ്രകാരമാണ്. ഇന്ത്യ ചെയ്യണമത്, ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യമാണത്. അത് ഇന്ത്യ നിയന്ത്രിക്കുന്നു. പക്ഷെ ഇന്ത്യ പോയിക്കൊള്ളണമെന്നില്ല. ഏതാണ് രാജ്യം അതിന് ഏറ്റവും അടുത്തുള്ളത് അതാണ് പോവുക. അത് വളരെ ഭംഗിയായിട്ട് ശ്രീലങ്കൻ നാവികസേന ചെയ്തു. ശരിക്കും കോസ്റ്റ് ഗാർഡ് ആണ് പോകേണ്ടത്, പക്ഷെ അവർക്ക് അത്രയും വലിയ കോസ്റ്റ് ഗാർഡ് ഇല്ല. അതിൽ 180ഓളം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏകദേശം 32 പേരാണ് ശ്രീലങ്കയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും മരിച്ചു എന്ന് തന്നെ പറയാം. കാണാതായെന്നൊക്കെ പറയുന്നതൊക്കെ മരിച്ചവരാണ്. അത്രയും ദൂരെയാണ്, അവരെയൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അത് യുദ്ധത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണം. കാരണം ഈ കപ്പലിന്റെ കൂടെ വേറൊരു കപ്പലും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല അതിന്റെ പേര്. വേറൊരു കപ്പലും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നേരത്തെ പോയെന്നാണ് ഞാൻ കേട്ടത്. IRS ബുഷഹർ, അതും ഇപ്പോഴും ആ മേഖലയിൽ തന്നെ ഉണ്ട്. അതും ശ്രീലങ്കയിലോട്ട് അടുക്കുകയാണെന്ന് കേൾക്കുന്നുണ്ട്. അതല്ല, മൊത്തം 3 കപ്പലുണ്ടായിരുന്നു എന്ന്. IRIS മാക്രാൻ കോസ്റ്റിന്റെ പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്. മാക്രാൻ എന്ന് പറയുന്നത് നമ്മളെ കറാച്ചി, ഒർമാറ, ജീവാനി ആ ഭാഗത്തുള്ള കോസ്റ്റ് ലൈനാണ്. മാക്രാൻ കോസ്റ്റിന്റെ പേരാണ് അവര് അതിന് കൊടുത്തിരിക്കുന്നത്. ഇറാനോട് ബന്ധപ്പെട്ടുള്ള ഐറിസ് മാക്രാൻ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരത്തിലുള്ള സപ്പോർട്ട് ഷിപ്പും കൂടെയാണ്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ സാധാരണ സംഭവിക്കും. ഇതുപോലുള്ള സംഘർഷത്തിൽ ഫോഗ് ആൻഡ് ഫ്രിക്ഷൻ നമുക്ക് ഇതിങ്ങനെ വല്ല തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തടയാൻ പറ്റില്ല. ശരിയാണ്. പക്ഷേ നമ്മൾ മാൻ ടു മാൻ, അല്ലെങ്കിൽ മനുഷ്യൻ ടു മനുഷ്യൻ, അല്ലെങ്കിൽ സംസ്ഥാനം ടു സംസ്ഥാനം, അല്ലെങ്കിൽ രാജ്യം ടു രാജ്യം ഉള്ള സാധാരണ നീതിയോ ധാർമ്മികതയോ അല്ല യുദ്ധകാലത്തെ ധാർമ്മികത. അത് മറ്റൊന്നാണ് എന്ന് പറയുന്നത് പോലെ സാർ, ഇവർ നമ്മുടെ രാജ്യത്തേക്ക് വന്നതാണ്. നമ്മുടെ തെരുവ്, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണും, നമ്മുടെ തെരുവുകൾ കൂടി നമ്മുടെ അഭിമാനമായി അവർ പരേഡ് ചെയ്തവരാണ്. നമ്മുടെ രാഷ്ട്രപതിക്ക് സല്യൂട്ട് കൊടുത്തവരാണ്. നമ്മുടെ രാഷ്ട്രപതി അവർക്ക് സല്യൂട്ട് കൊടുത്തവരാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് അത് മോശം, അത് വേണ്ടായിരുന്നു എന്നെങ്കിലും പറയാനുള്ള ഒരു ധാർമ്മികത വേണ്ടെന്നാണോ യുദ്ധകാലത്ത് ശ്രീ പ്രഭാരം പലേരി? അതെനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം അതും എന്റെ വിഷയമായിട്ട് യാതൊരു ബന്ധവും ഞാൻ കാണുന്നില്ല. ഞാൻ ഗവൺമെന്റിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതെന്റെ എനിക്കറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല എന്ന് പറയുന്ന ഒരു ലെജൻഡാണ്. കപ്പലിൽ അങ്ങനെ മുങ്ങിപ്പോയി അങ്ങോട്ട് റിക്കവറിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥമാക്കുന്നു. അവർ അവിടെ ശാന്തമായി വിശ്രമിക്കുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിനുള്ള മെമ്മോറിയൽ അടക്കമുണ്ട്. അതൊരു രാജ്യത്തിന്റെ ധീരമായ എപ്പിസോഡായിരുന്നു അല്ലേ ശ്രീ പ്രഭാരം പലേരി? അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോറി. കാരണം എന്താ വെച്ചാൽ ആ യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഓരോ ദിവസത്തെ ഡയറിയും എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അത് പലരും ചോദിച്ചു ഞാൻ കൊടുത്തിട്ടില്ല. അതിൽ പലതും ഞാൻ എഴുതിയിട്ടുണ്ട്. അന്ന് എന്റെ അനുഭവങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസവും ശരിക്കും എഴുതാൻ പാടില്ലാത്തതാണ്, പക്ഷെ എന്നാലും കോൺഫിഡൻഷ്യൽ ആക്കി ഇന്നും ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ഡയറി എന്റെ അടുത്തുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പലതും പറയാൻ സാധിക്കും. അത് ഞാൻ ഒരു പക്ഷേ നാവികസേനയുടെ മ്യൂസിയത്തിലേക്ക് സംഭാവന കൊടുക്കും കുറെ കഴിഞ്ഞാൽ. അതിലിപ്പോഴും ഞാൻ പഠിക്കാനും പഠിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഡയറിയാണ്. അതിൽ മഹേന്ദ്രനാഥ് മുല്ലയെ എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് എന്നെ അറിയാം. കമാൻഡർ ആയിരിക്കുന്ന സമയം മുതൽ ഞങ്ങൾ ഒന്നിച്ചാണ് യുദ്ധത്തിന് പോയത്. ആ കപ്പൽ മുങ്ങി, ഒരു കപ്പൽ മാത്രമേ മുങ്ങിയിട്ടുള്ളൂ നമുക്ക്. പക്ഷെ നമ്മൾ അതിനു മുമ്പ് പാകിസ്ഥാന്റെ ഖാസിയെ മുക്കുകയുണ്ടായി. ഒരു കപ്പലിനല്ല, ഒരു ചെറിയ കപ്പലും കൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഖുൽന റിവറിലാണ്. കാരണം ആ യുദ്ധത്തിനെ പറ്റി എനിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. അത് ശരിക്കുള്ള ഒരു യുദ്ധമാണ്. അത് ഞാൻ അമേരിക്കയിലും സംസാരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറെയൊക്കെ പറഞ്ഞു എന്നല്ലാതെ എല്ലാം പറഞ്ഞിട്ടില്ല. ഒന്നും മോശം ആയിട്ട് പറയാൻ എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാം വലിയ വലിയ കാര്യം, ഒരു വലിയ യുദ്ധമാണത്.
3 യുദ്ധങ്ങൾ ഈ ലോകത്തിൽ ഞാൻ അതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതുന്ന ഒരു ആഗ്രഹമുണ്ട് എനിക്ക് 1971 യുദ്ധത്തെ പറ്റി. കാരണം ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ റിസോഴ്സസിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല, ഇത് മനുഷ്യന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള യുദ്ധം തീക്ക് വേണ്ടിയിട്ടാണ്. 35,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യത്തെ യുദ്ധം ഉണ്ടായത്. അതായത് തീ, ഒരു വിഭാഗം ജനങ്ങൾക്ക് തീ കണ്ടുപിടിച്ചു, വേറൊരു വിഭാഗം ജനങ്ങൾക്ക് തീ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വിഭാഗം പോയിട്ട് തീ കട്ടുകൊണ്ടുവരും മറ്റവരെ കൊന്നിട്ട്. അതാണ് ആദ്യത്തെ യുദ്ധമായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്ന ട്രോജൻ വാർ എന്ന് പറയുന്നു, ഹോമറിന്റെ ആ ഇലിയഡിൽ കൂടെ വരുന്നത്. അത് ആ യുദ്ധം ചെയ്ത് ഹെലന് വേണ്ടി ആയിരുന്നില്ല, ആ യുദ്ധം ചെയ്ത് ടിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രോൺസ് ഏജിൽ. കാരണം അഗമെമ്നന് കോപ്പർ ഉണ്ട്, ട്രോയക്ക് ടിന്നുണ്ട്. ആ ടിൻ കൊണ്ടുവരാൻ വേണ്ടി ആദ്യത്തെ കോയിൽ. അതൊക്കെയാണ് ഞാൻ ഈ 2 യുദ്ധവും അതിനെ ഞാൻ 1971 യുദ്ധവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എഴുതാൻ വിചാരിക്കുകയാണ്. കാരണം 1971 യുദ്ധത്തിൽ നമ്മൾ മനുഷ്യനെയാണ് നോക്കിയത്, അല്ലാതെ യാതൊരു തരത്തിലുമുള്ള റിസോഴ്സിനല്ല, വിഭവങ്ങളെ അല്ല നോക്കിയത്. അതിനെപ്പറ്റി പറയാൻ, അതുകൊണ്ട് അതിനെപ്പറ്റി പിന്നീട് ഞാൻ പറയാം, വല്ല പുസ്തകം എഴുതാൻ പറയാം. അല്ലാതെ എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പേരായതുകൊണ്ട്, അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന ആളായതുകൊണ്ട്, സംഭവങ്ങൾ നേരിട്ടറിയാവുന്ന ആളുകൊണ്ട് ഒരു കൗതുകത്തിൽ ചോദിച്ചാണ്. അദ്ദേഹം എനിക്ക് ഞാനൊരു സബ് ലെഫ്റ്റനന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തന്ന 3 ഡയമെൻഷണൽ ഇന്ത്യൻ ഓഷ്യൻ മാപ്പ് ഇന്നും എന്റെ കയ്യിലുണ്ട്. അത് യുദ്ധത്തിന് മുമ്പ് തന്നതായിരുന്നു എനിക്ക് അദ്ദേഹം. ഓക്കെ സാർ, ഞാൻ ആ കൗതുകത്തിൽ ചോദിച്ചാണ്. അങ്ങയുടെ പരിമിതി എനിക്ക് മനസ്സിലാവുന്നു. അടുത്ത ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഇത് ഓഫ് കോഴ്സ് രാഷ്ട്രീയം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആയത്തുള്ള അലി ഖമനെ ഇന്ത്യയുടെ സുഹൃത്താണ്, ഒരു തർക്കം അക്കാര്യത്തില്ല. ശരിയാണ്, ഈ പറയുന്ന പോലെ ആർട്ടിക്കിൾ 360 കാര്യത്തിൽ അല്ലെങ്കിൽ കശ്മീരിന്റെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ഒരു തവണ പാകിസ്ഥാൻ കൊണ്ടുവന്ന റെസൊല്യൂഷൻ ഒരു തവണ ഇറാൻ എതിർത്തിട്ടുണ്ട്. ഇന്ത്യ ഒരർത്ഥത്തിൽ ഒരു സങ്കീർണതയിൽ രക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ചബഹാർ തുറമുഖം അവിടെ കിടക്കുന്നുണ്ട്. അത് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മടക്കാതെ മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ വല്ലാത്തൊരു വാതിലാണ്. അതൊക്കെ അവിടെ അങ്ങനെ കിടക്കുമ്പോഴും ആയത്തുള്ള അലി ഖമനയുടെ വാദത്തെ എന്തുകൊണ്ട് ഇന്ത്യ അപലപിക്കുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നു. നമ്മൾ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന നമ്മുടെ കപ്പൽ നമ്മുടെ ബാക്ക്യാർഡിൽ അട്ടിമറിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. അതിൽ ഓഫ് കോഴ്സ് രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, യുദ്ധം നമ്മുടെ പടിവാതിൽക്കലെത്തി. ശ്രീ മോഹൻ വർഗീസ്, അക്കാര്യത്തിൽ തർക്കം വേണ്ട. തീർച്ചയായും ഹഷ്മി, യുദ്ധത്തിൻ്റെ വ്യാപനം ആ ഒരു പേർഷ്യൻ മേഖലയിൽ നിന്നും, അതായത് ഒമാൻ ഉൾക്കടലിൽ നിന്നും ഇപ്പോഴിതാ ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അത് വളരെ ആശങ്കാജനകമായ കാര്യമാണ്. നമ്മുടെ ബാക്ക് യാർഡിൽ എത്തിയിരിക്കുന്നു യുദ്ധം എന്ന് പറയുമ്പോൾ ഒരുപാട് ഡയമെൻഷൻസ് അവിടെ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. ഇതൊരു ടെക്നിക്കൽ ഫാക്ടറുണ്ട്. ഒരു കപ്പൽ ആക്രമിക്കപ്പെടുന്നു, ഇന്ത്യയിൽ നിന്നും ഏതാനും നോട്ടിക്കൽ മൈൽ അകലെ, ശ്രീലങ്കൻ തീരത്തു നിന്ന് തന്നെ 40 നോട്ടിക്കൽ മൈൽ അകലെ, സാങ്കേതികമായി പറഞ്ഞാൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് പുറത്ത്. അപ്പോൾ അതേക്കുറിച്ച് ടെക്നിക്കലായി ഇന്ത്യയുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പോൾ അത് ടെക്നിക്കൽ സൈഡ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു ധാർമ്മിക വശമുണ്ട്. ഇന്ത്യയിലേക്ക്, കാരണം ആവർത്തിച്ച് നമ്മൾ പറയുന്നതാണ്, ഇന്ത്യ ആതിഥ്യമരുളിയ ഒരു നേവൽ മീറ്റ് സമ്മിറ്റ്, അതിൽ പങ്കെടുക്കാനായി ക്ഷണിക്കപ്പെട്ട് എത്തിയ ഒരു അതിഥി കപ്പൽ, ആ അതിഥി കപ്പൽ സുരക്ഷിതമായി തിരിച്ചു പോകുന്നു എന്ന് നോക്കേണ്ടത് വെറും സാങ്കേതികതയുടെ കാര്യമല്ല. അതും ഇന്ത്യയുടെ സമീപ പ്രദേശത്ത് വെച്ച് അത് ടോർപിഡോ ചെയ്യപ്പെടുകയാണ്. അത് തീർച്ചയായും അതേക്കുറിച്ചൊരു പ്രതികരണം ഉണ്ടാകുന്നില്ലേ? അതുകൊണ്ടാണ് മൂന്നാമത്തെ ഒരു ഡയമെൻഷനിലേക്ക്, ഒരു ഡിപ്ലോമാറ്റിക് ഡയമെൻഷൻ അതിന് പിന്നിലില്ലേ? ഇന്ത്യ ഒരു ആശങ്ക അറിയിക്കുകയോ, ഇന്ത്യ അതേക്കുറിച്ചുള്ളൊരു കൺസേൺ അറിയിക്കുകയോ, അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമൊക്കെ മാറി നിൽക്കട്ടെ. പക്ഷേ നാലാമത്തെ ഒരു ഡയമെൻഷൻ കൂടി ചേർത്ത് കഴിയുമ്പോഴാണ് ഇത് വളരെ വൈകാരികമായ ഒരു വിഷയമാകുന്നത്. ഇതിന് പിന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷം കൃത്യമായ ഒരു രാഷ്ട്രീയം ഇതിൻ്റെ പിന്നിൽ പറയുന്നു. ഇന്ത്യയുടെ ചേരിചേരാ നയം മുൻകാലങ്ങളിൽ അതിപ്പോൾ പ്രായോഗികമായി പരിഷ്കരിച്ചു. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന രീതിയിലുള്ള നമ്മുടെ നയം, അവിടെയും ചില കല്ലുകടികളുണ്ട്. പ്രഖ്യാപിതമായ ഒരു പോളിസിക്ക് ബദലായി ഇപ്പോഴിതാ ചില പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു, പുതിയ സമവാക്യങ്ങൾ ഉണ്ടാകുന്നു. ആ സമവാക്യങ്ങൾ അതെത്തിച്ചേരുന്ന രീതി, അതിന് പിന്നിലെ നിഗൂഢത, ഇതെല്ലാമാണ് എപ്സ്റ്റീൻ ഫയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കി എടുക്കുന്നത് പ്രതിപക്ഷമാണ്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് കൃത്യമായൊരു നിലപാട് എടുത്തു പറയാനാവില്ല? അപ്പോൾ സാങ്കേതികമായി പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ കാര്യത്തോടും പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യ ഡയറക്റ്റ് ഒരു പാർട്ട്ണർ അല്ല. 3 രാജ്യങ്ങൾ മാത്രമേ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ളൂ.
അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അത് ഇൻവോൾവ് അല്ലാത്ത രാജ്യങ്ങൾ ആക്രമിക്കുന്നു. അതേക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ നേതൃത്വം ഒരു നിലപാട് പറഞ്ഞു. പക്ഷേ ആദ്യ ആക്രമണം ഉണ്ടായത് 3 രാജ്യങ്ങൾ തമ്മിലുള്ള ഇസ്രായേൽ, അമേരിക്ക ആൻഡ് ഇറാൻ, ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ്. അത് അവർ പരിശീലിച്ചുകൊള്ളും എന്ന ഒരു ഒട്ടകപക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കുന്നത് പോലെയുള്ള ഒരു സമീപനം, ആ സമീപനം എടുത്തു. അങ്ങനെ 4 ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഫാക്ടർ അവിടെ വരുന്നു. അവിടെയാണ് ഇന്ത്യ വളർന്നു വരുന്ന അതിശക്തമായി ലോക സാന്നിധ്യത്തിൽ വരാൻ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു നെറുകയിൽ വരാൻ ആഗ്രഹിക്കുന്ന സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്, രാഷ്ട്രീയ ശക്തിയാണ്. നമ്മുടെ പിൻബലം എന്ന് പറയുന്നത് സോഫ്റ്റ് പവറാണ്. ഡിപ്ലോമസി ആൻഡ് ഡെമോക്രസി ഉൾപ്പെടെയുള്ള നമ്മുടെ സോഫ്റ്റ് പവറാണ്. അവിടെ ഒരു മോറൽ പൊസിഷനിങ് എടുക്കേണ്ട സമയത്ത് നമ്മൾ മാറി നിന്നാൽ, പ്രായോഗികതയ്ക്ക് വേണ്ടി രാജ്യ താല്പര്യത്തിന് എന്ന പേരിൽ മാറി നിൽക്കേണ്ടി വന്നാൽ ചരിത്രത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സ്ഥാനം അടയാളപ്പെടുത്തുക? ഇതൊരു നിർണായക ഘട്ടമാണ്, ഒരു ചേഞ്ചിങ് ഘട്ടമാണ്. അവിടെ ഒരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന നമ്മൾ കാണാതെ പോകരുത്. നിയതമായ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ലോകക്രമത്തിൽ നിന്നും ഒരു രാജ്യത്തിനും മാറി നിൽക്കാനാവില്ല. അതിനർത്ഥം അമേരിക്ക നേരിട്ട് വിമർശിച്ചു എന്നല്ല. ചട്ടങ്ങൾ മാറ്റിവെച്ചിട്ട് ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് അധികാരത്തിന്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ശക്തിയുടെ മുഷ്ക് കാട്ടിക്കൊണ്ട് ആക്രമണം നടത്തുന്ന ആ രീതി പൂർണ്ണമായിട്ട് ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഒരു വെയിൽഡ് റെഫറൻസ് എന്ന രീതിയിൽ അതിനെ കാണാം. പക്ഷേ അമേരിക്കയുടെ പേരെടുത്ത് പറയുന്നില്ല, എന്താണ് നിയതമായ ചട്ടങ്ങൾ എന്ന് പറയുന്നില്ല. ഒരു കാര്യം അറിയാം, റൂൾ ബേസ്ഡ് വേൾഡ് ഓർഡർ അതെല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ ആവശ്യമാണ്. ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അതാണല്ലോ ഗ്ലോബൽ സൗത്ത്. ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ സ്വരമായി മാറാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ യഥാർത്ഥത്തിൽ മുൻപ് 3-4 ലോകത്തിന്റെ സ്വരമായിരുന്നു. അത് ഗ്ലോബൽ സൗത്ത് എന്നുള്ള പിന്നീടാണ് ആ പദപ്രയോഗം വരുന്നത്. ആ സ്വരമായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു നിലപാട് വേണ്ടേ, ഒരു പ്രതികരണം വേണ്ടേ? ആ പ്രതികരണം ഒന്നാന്തരമായി എടുക്കാനുള്ള 2 സമയങ്ങളാണ്. ഒന്ന്, ഒരു രാജ്യത്തിന്റെ ഉന്നത നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രിയുമല്ല പ്രസിഡന്റുമല്ല, പക്ഷെ സുപ്രീം ലീഡറാണ്. ആ സുപ്രീം ലീഡറിന്റെ സ്വഭാവം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം മുൻകാലങ്ങളിൽ എടുത്ത ചില നിലപാടുകൾ, പറഞ്ഞ ചില വാക്കുകൾ ഒക്കെ ഇന്ത്യ കലോത്സരം ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ചരിത്രത്തിന്റെ സിമോൻ വർഗീസ് ഇവിടെ രാജീവ് പി നായർ പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണെങ്കിൽ കൂടിയും ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അയാളുടെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞ പോലൊരു അധിക്ഷേപം ആയത്തുള്ള ഖമനി നടത്തിയിട്ടില്ല. ഈ പിഴച്ചുങ്കം എന്ന് പറയുന്ന തോന്നിയവാസം നമ്മുടെ തലക്കടിച്ച് പേടിപ്പിക്കാൻ ഈ പറയുന്ന ആയത്തുള്ള ഖമനി തുനിഞ്ഞിട്ടില്ല. ഈ പറയുന്ന രീതിയിൽ എന്താണ് റഷ്യയിൽ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്തു കളയും എന്ന് പേടിപ്പിക്കാൻ ഈ ആയത്തുള്ള ഖമനി തുനിഞ്ഞിട്ടില്ല. ഇവിടെ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായപ്പോൾ ഞാൻ ഇടപെട്ടാണ് പരിഹരിച്ചത് എന്ന വ്യാജം ആയത്തുള്ള ഖമനി പറഞ്ഞിട്ടില്ല. ന്യായമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പല പ്രസ്താവനകളെ അയത്തുള്ള അലി ഖമേനി ചരിത്രത്തിൽ കാശ്മീരിനെ കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞ ചില പ്രസ്താവനകൾ, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഒരു പ്രസ്താവന വരുന്നത്, ചില അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്, ഏത് പശ്ചാത്തലത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ഇത് മുഴുവൻ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായ ചില കച്ചവട താല്പര്യങ്ങളോടുകൂടി തന്നെയാണ്, അമേരിക്കയുടെ താല്പര്യമനുസരിച്ചാണ്. പക്ഷെ ഇറാന്റെ പരമാധ്യക്ഷൻ അന്ന് പറഞ്ഞ അഭിപ്രായം ഒരു ജനതയുടെ, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ കാര്യമാണ്, ഇന്ത്യയുടെ അഖണ്ഡതയുടെ ഭാഗമാണ്. ഇന്ത്യ 100% ഇന്ത്യയുടെ ടെറിട്ടറിയായി അംഗീകരിച്ചിട്ടുള്ള കാശ്മീർ ഒരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി അല്ല. കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ ഇന്റേണൽ വിഷയമാണ്, അതൊരു ഇന്റർനാഷണൽ വിഷയം പോലുമല്ല. അങ്ങനെയൊരു വിഷയത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ഒരു നേതാവ്, ആര് തന്നെ ആയിരുന്നാലും, പ്രതികരണങ്ങൾ നടത്തുന്നത് ഇന്ത്യക്ക് സ്വീകാര്യമല്ല. നയതന്ത്ര തലത്തിലും സ്വീകാര്യമല്ല, ഏത് രീതിയിൽ നോക്കിയാലും സ്വീകാര്യമല്ല. അതിനുള്ള വിയോജിപ്പ് തീർച്ചയായിട്ടും ഇന്ത്യക്കുണ്ട്. പക്ഷേ അതല്ല ഇവിടെ വിഷയം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരാളാണെങ്കിലും ഇത് വ്യക്തിപരമല്ലല്ലോ. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ജനതകൾ തമ്മിലുള്ള ബന്ധമാണ്. ഇറാൻ എന്ന രാജ്യത്തിന്റെ പ്രതിനിധിയാണ് ഇറാന്റെ പരമോന്നത നേതാവ്. അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെട്ടു. ബാഹ്യമായ ആക്രമണത്തിൽ, ഏകപക്ഷീയമായ ആക്രമണമാണ് നടന്നത്. അവിടെ ഇറാനിൽ ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ഇറാനല്ല ഗൾഫ് രാജ്യങ്ങളെ ആദ്യം ആക്രമിച്ചത്, ഇറാനല്ല അമേരിക്കയെ ആദ്യം ആക്രമിച്ചത്. ഇപ്പൊ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് ഇറാൻ ആക്രമിക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വിവരം കിട്ടി, അതുകൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി തന്നെ പ്രീഎംപ്റ്റീവായി ആക്രമണം നടത്തി എന്ന് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രി, അതായത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറഞ്ഞപ്പോൾ അവിടെ ഒരു പാപ്പരത്വമുണ്ട്. ഇവിടെ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ഹാഷ്മി. ഇത് സോവറൻ ഇക്വാളിറ്റി ഓഫ് നേഷൻ സ്റ്റേറ്റ്, അത് പോയിക്കോട്ടെ. അല്ല എങ്കിൽ യുണൈറ്റഡ് നേഷൻസ് തന്നെ എന്തിനാണ്? കളക്റ്റീവ് സെക്യൂരിറ്റിക്ക് വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയാണ് ഐക്യരാഷ്ട്ര സംഘടന. എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും രാജ്യം ആക്രമണ വിധേയമായാൽ
എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന്, ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ആക്രമണ വിധേയമായ രാജ്യത്തിന് അനുകൂലമായി അതിന്റെ ഭാഗത്ത് ചേർന്ന് കൊണ്ട് വരണം. ആക്രമണകാരിയെ ഒറ്റപ്പെടുത്തണം. സാധ്യമാകുമോ? അല്ല, ഞാൻ പറയുന്നത് ഈ പറയുന്ന പണികളൊക്കെ ചെയ്യുന്ന അമേരിക്കയ്ക്ക് വീറ്റോ പവർ ഉള്ള ഒരു സംവിധാനം അതെന്തൊരു തമാശ സംവിധാനമാണ്, കോമഡി. ഇപ്പൊ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് മഹാതമാശയാണ്. എത്ര കാലങ്ങൾ നമ്മൾ ബോധ്യപ്പെട്ടു. വിട്ടേക്ക്, അതിനെപ്പറ്റി കാര്യമായി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോന്ന് അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാജീവ് പി നായർ, ഇവിടെ 16,000 കുട്ടികളടക്കം 70,000 പേരെ ബഹുഭൂരിപക്ഷ സാധാരണക്കാരാണ് കൊന്നുകളഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അന്താരാഷ്ട്ര കോടതിയുടെ യുദ്ധ കുറ്റവാളിയാണ്, എന്താ പറയുക, വാണ്ടഡ് ക്രിമിനലാണ്, വാണ്ടഡ് യുദ്ധ ക്രിമിനലാണ്. അദ്ദേഹം പറയുകയാണ് നമ്മുടെ ഹെക്സഗൺ സഖ്യത്തിൽ ഇന്ത്യ ഉണ്ട് എന്ന് പറയുന്നു. നെസറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി പ്രസംഗിക്കുന്നു ഇസ്രായേലിനൊപ്പം എന്ന അർത്ഥത്തിൽ എന്ന കാര്യം തന്നെ അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രീ രാജീവ് പി നായർ, ഇന്ന് ഞാൻ മറ്റേ എക്സാനിൽ നോക്കുമ്പോഴേക്കും അവിടെ i24 എന്ന ഇസ്രായേൽ ഒരു ചാനലിൽ അവിടെ ഇസ്രായേൽ നെസറ്റിൽ അംഗമായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഷാരോൺ ഗോൾ എന്നാണ് അയാളുടെ പേര്. അവരവിടെ ഒരു ചർച്ചയാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഡിഫൻസിനെ പറ്റിയാണ്. അവരെന്തോ ആയുധം ഒക്കെ ഒരുപാട് വിൽക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ഒരാൾ പറയുന്നു. അതിന് നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ നമ്മുടെ ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഇയാൾ തിരിച്ചുകൊണ്ട് പറയുന്നത് ഇന്ത്യ നമ്മൾ എടുത്തു, വി ടുക്ക് ഇന്ത്യ, എന്താണ് അവിടുത്തെ 1.4 ബില്യൺ ആളുകൾ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ പോകുമെന്ന് പറയാം. എന്താണ് ഇവരൊക്കെ വിചാരിക്കും നമ്മൾ അടിമയാണെന്നാണ്. ഇപ്പം എന്തോ ഒരു വ്യാപാര കരാർ, ആയുധ കരാറൊക്കെ ഉണ്ടല്ലോ. അവരുടെ ധാരണ എന്താണ് രാജീവ് പി നായർ? നമ്മൾ അവർ അടിമയെന്നോ? അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ പാടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ തിരുത്തണ്ടേ? അല്ല, ആ ധാരണ ആരുണ്ടാക്കി? അതാണ് ചോദ്യം. ആരുണ്ടാക്കി ആ ധാരണ? മൻമോഹൻ സിംഗിന്റെ ഇന്ത്യയെക്കുറിച്ച് ഉണ്ടാവാതിരുന്ന ധാരണ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായത്? ഇപ്പം അങ്ങ് നെതന്യാഹുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളെപ്പോലും അംഗീകരിക്കാത്ത ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ, ഇല്ലേ? എത്രമാത്രം പ്രമേയം, 49 50, എനിക്ക് കൃത്യമായിട്ട് എണ്ണം ഓർമ്മയില്ല, ഈ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളുണ്ട്. ഒരു പ്രമേയത്തെ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാണോ? അപ്പോൾ കളക്റ്റീവായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ ക്രമത്തെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനെ പോലും അംഗീകരിക്കാത്ത ഇസ്രായേലിനോട് നമ്മൾ പ്രതിബദ്ധത കാണിക്കേണ്ടത് എന്തിനാ? നമുക്ക് കുറേ ആയുധങ്ങൾ തന്നു, നമ്മൾ കുറേ ആയുധം മേടിച്ചു എന്നുള്ളത് കൊണ്ട് ഇവർ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനും നമ്മൾ റാൻ മൂളണം എന്നതിനർത്ഥമുണ്ടോ? അതല്ലല്ലോ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. പിന്നെ നോക്കൂ, ഇവിടെ ഇപ്പം ഈ ഇസ്രായേൽ മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരു ട്രോള് കണ്ടു. ഒരു ഭാര്യ മറ്റേ മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് എന്ന് പറയുന്നത്, എനിക്ക് തരുന്ന മരുന്നൊന്നും പോരാ, നിങ്ങൾ മെലാനി ട്രംപിന് കൊടുക്കുന്ന മരുന്ന് തരണം, കാരണം ഇത്രമാത്രം വലിയ ഭ്രാന്തുള്ള മനുഷ്യനെ സഹിക്കുന്ന മെലാനി ട്രംപ് ഉണ്ടല്ലോ, ആ മരുന്ന് എനിക്ക് കിട്ടണം എൻ്റെ ഭർത്താവിനെ സഹിക്കാൻ എന്ന് പറയുന്ന ഒരു ട്രോള് കണ്ടു. ഈ ഭ്രാന്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു US-നെ ഇത്രമാത്രം നമ്മൾ പിന്തുണച്ചുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടായി? രാജ്യത്തിന് എങ്ങനെ ഉണ്ടായി? നമ്മുടെ ട്രേഡ് ഡീലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല. പറഞ്ഞപ്പോഴത്തേക്ക് യുദ്ധം രണ്ടുപേരും നിർത്തി. അതും പോട്ടെ. ഈ പറയുന്ന എന്താണ് അവര് ഒരു ഇണ്ടാസ് ഇറക്കാണ്. എന്താണ് ഇണ്ടാസ്? റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല. ഇന്ത്യ എണ്ണ വാങ്ങുന്ന നോക്കാൻ നമ്മളെന്തോ സർവൈലൻസ് സംവിധാനം ഉണ്ട്, അത് തിരുത്തു കഴിഞ്ഞാൽ നമ്മൾ കരാറിൽ നിന്ന് പിൻവാങ്ങും എന്ന്. സാറേ, ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ കളിയാക്കല്ലേ ട്രംപ്? അതെങ്ങനെ നടക്കുക? നമ്മൾ തീരുമാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തിന്റെ മുഴുവൻ ഭരണവും ഏറ്റെടുത്തിരിക്കുന്ന പോലെയാണ് ട്രംപ് പറയുന്നത്. എന്നിട്ട് ഇപ്പോഴും BJP മൻമോഹൻ സിംഗിനെയും നെഹ്റുവിനെയും കളിയാക്കാൻ വേണ്ടി വെക്കുന്നത്. കേരൾ ഡെന്നിയുടെ പറഞ്ഞു 56-ലെ സൂയസ് ക്രൈസിസ്. ആ സൂയസ് ക്രൈസിസിൽ നമ്മൾ കൃത്യമായ നിലപാടെടുത്തു, അപലപിച്ചു. അത് ഈജിപ്തിനെ ആക്രമിക്കപ്പോഴാണ്, ഇസ്രായേലും ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും കൂടി ആക്രമിച്ചപ്പോൾ നമ്മൾ അതിനെ കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹംഗേറിയൻ ഇതിനകത്ത് നമ്മൾ അപലപിച്ചിട്ടില്ല. ശരി, ഞാൻ അംഗീകരിക്കുന്നു, ഹംഗേറിയൻ ഇതിനകത്ത് അപലപിച്ചിട്ടില്ല. നമ്മൾ അന്ന് ബഡ്ഡിങ് സ്റ്റേജിലാണ്, 56 നമ്മൾ ബഡ്ഡിങ് ആണ്. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ നിന്ന് ട്രൂപ്സിനെ വിഡ്രോ ചെയ്യണം. നമ്മൾ റഷ്യയോട് പറഞ്ഞില്ലേ, അവിടെ നിന്ന് ട്രൂപ്സിനെ വിഡ്രോ ചെയ്യണം, അവിടെ സമാധാനം കൊണ്ടുവരണം, ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഖേദമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ന് ഇസ്രായേലിനോട് വെടിനിർത്തൽ നടപ്പിലാക്കണം എന്ന് പറയാൻ ധൈര്യമുണ്ടോ, ആർജവമുണ്ടോ? നിങ്ങൾ നെഹ്റുവിനെ വെച്ചാണല്ലോ ഇന്ന് ഈ 2025 നിൽക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയുമായിട്ടൊക്കെ നമ്മൾ ഇസ്രായേലുമായിട്ട് അമേരിക്കയായിട്ട് നമ്മൾ തുല്യ ശക്തിയോടാണ് ഇടപെടുന്നത്. ആസ് ഈക്വൽസ് നമ്മൾ ഇടപെടുകയാണ്. ആ ഈക്വൽസ് ആയിട്ട് ഇടപെടുന്നിടത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഈ യുദ്ധം നടന്നാൽ ഞങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളെ അത് ഹനിക്കും. ഞങ്ങളുടെ കോടിക്കണക്കിനായിട്ട് വരുന്ന മനുഷ്യർ ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ട്, അവരുടെ ജീവന് പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് അടിയന്തരമായി ഈ യുദ്ധം പരിഹരിക്കപ്പെടണം. ഞങ്ങൾ വേണമെങ്കിൽ സമാധാനത്തിന് മുൻകൈ എടുക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ നരേന്ദ്രമോദിയുടെ നാവ് പൊങ്ങുമോ?
പകരം എന്താ ചെയ്യുന്നത്? ഇറാനെ ആക്രമിച്ചതിനെ അപലപിക്കില്ല, മറിച്ച് ഇറാൻ GCC രാജ്യങ്ങളിലേക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുകയാണ്. ഇത് നരേന്ദ്രമോദിയുടെ അടുക്കളയിൽ പോയി ഈ ഇരിക്കുന്നതിന് തുല്യമല്ലേ നരേന്ദ്രമോദി? അതിനപ്പുറം എന്താ പറയാൻ പറ്റുക? ട്രംപിന്റെയും നെതന്യാഹുവിന്റെ അടുക്കളയിൽ പോയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇറാനെ ആക്രമിച്ചത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ വധിച്ചതിനെ അപലപിക്കാൻ കഴിയില്ല. പക്ഷെ അത് ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അതിനെ അപലപിക്കുകയാണ്. ഇത്രമാത്രം നയതന്ത്രം പരാജയപ്പെട്ട, ഇത്രമാത്രം വൈരുദ്ധ്യങ്ങളുള്ള ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിക്കേണ്ടേ, മുഴുവൻ അനിശ്ചിതത്വമല്ലേ, വൈരുദ്ധ്യങ്ങളല്ലേ. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ ഈ 2 തവണ കഴിഞ്ഞ ഡിസംബർ 2024 ഈ കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പും UN പാലസ്തീനെ സംബന്ധിച്ച് ഉള്ള പ്രമേയം വന്നപ്പോൾ ഇന്ത്യ എന്താ നിലപാടെടുത്തത്? നമ്മൾ പാലസ്തീന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം എന്നുള്ള വോട്ട് ചെയ്തു ഇന്ത്യ ഡിസംബർ 2024 ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പും. എന്നിട്ട് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായിട്ടുള്ള കുറെ ചപലതകളെയോ ദൗർബല്യങ്ങളോ മുതലെടുത്തുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നിൽക്കുമ്പോൾ ഇന്ന് അവരെ പുറത്ത് പിന്തുണയ്ക്കുകയാണ്. ഔദ്യോഗികമായി പാലസ്തീനൊപ്പം നിൽക്കുന്നു എന്ന് UN വോട്ട് ചെയ്യുമ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന ഏതാ ദേശവിരുദ്ധത? രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ അല്ലേ? പലസ്തീൻ ഇപ്പോൾ അടിയുറച്ചു നിൽക്കുകയും അവിടെ ഇസ്രായേൽ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞാൽ അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. അങ്ങനെ ദേശവിരുദ്ധയാണെങ്കിൽ അതല്ല ദേശവിരുദ്ധ. പോട്ടെ, ഇവിടെ ഇസ്രായേൽ പോയി അടൽ ബിഹാരി വാജ്പേയി മാത്രമല്ല ഹാഷ്മി, ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് UN പാലസ്തീന്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടണമെന്നും 1967 ദ്വിരാഷ്ട്ര തീരുമാനം പ്രകാരമുള്ള അതിർത്തിയിലേക്ക് ഇരു രാജ്യങ്ങളും മാറണമെന്നുള്ള പ്രമേയത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറങ്ങിപ്പോയപ്പോൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ നമ്മൾ പാലസ്തീനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതാണ്. എന്താണ് ഈ രാജ്യത്തിന്റെ നിലപാട്? എന്താണ് ഈ രാജ്യത്തിന്റെ നിലപാട്? ഈ അവ്യക്തതയും ഈ വൈരുദ്ധ്യവും ഈ ദുരൂഹതയുമാണ് ഇന്ന് രാജ്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ മാതൃരാജ്യവും ഇസ്രായേൽ ഫാദർലാൻഡുമാണ്, ഇന്ത്യ മദർലാൻഡും ഇസ്രായേൽ ഫാദർലാൻഡുമാണ് എന്ന് പറഞ്ഞത് ട്രോളുന്ന ആ അർത്ഥത്തിലല്ല, അത് മറ്റൊരു കോൺടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞതാണ്. എസ്റ്റിനി അടിമുടി കൺഫ്യൂഷനാണ്. എന്താണ് മാർക്കോ റൂബിയോ പറഞ്ഞ ആ പറയുന്ന സാധനം എന്താണ്? ഇസ്രായേൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിച്ചേക്കാം, ഇറാനെ ആക്രമിച്ചാൽ ഇനി ഇറാൻ ഒരുപക്ഷെ അമേരിക്കയെ ആക്രമിച്ചേക്കാം, അതുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന മട്ടിലുള്ള കൺഫ്യൂഷൻ. 4 ദിവസം കൊണ്ട് തീരുമെന്ന് പറയുന്നത് 4 ആഴ്ച എന്ന് ട്രംപ് തിരുത്തുന്നത്. ഇതിപ്പോൾ 1 മാസമായാലും 2 മാസമായാലും തീരുമോ എന്നറിയാത്ത കൺഫ്യൂഷൻ. എന്താണ് വേണമെങ്കിൽ കരസേന ഇറക്കാൻ പോകുന്നു എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം, പ്രതികരണം. അമേരിക്ക പരീക്ഷിക്കുന്ന പുതിയ എന്തോ മാരകമായ ആയുധം, ടെഹ്റാന്റെ ആകാശത്ത് തീമഴ, ഇസ്രായേലിന്റെ ആകാശത്ത് തീമഴ. ഒറ്റ മിനിറ്റ് എത്താം. ബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദബോസ് രാജിവെച്ചു എന്നൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. അത് അങ്ങേയറ്റം അപ്രതീക്ഷിതമായ വാർത്തയാണ്. എന്തുകൊണ്ടാണ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജിവെച്ച്? ഇലക്ഷന് മുന്നോടിയായാണ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ രാജി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്നും CV ആനന്ദബോസ് രാജിവെച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. ഏതെങ്കിലും തരത്തിൽ മത്സരിക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ അതിലുണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ബംഗാൾ ഗവർണർ സ്ഥാനത്ത് നിന്നും CV ആനന്ദബോസ് രാജിവെച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബംഗാളിൽ ഗവർണറായിരുന്നു CV ആനന്ദബോസ്. അദ്ദേഹം അവിടെ വലിയ ഏറ്റുമുട്ടൽ, അവിടുത്തെ മമതാ ബാനർജി സർക്കാരുമായൊക്കെയുള്ള വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നു. ഏതോ ഒരു കേസൊക്കെ ആ സമയത്തൊക്കെ അവിടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ വളരെ തെരുവിലേക്കൊക്കെ പോകുന്ന രീതിയിലൊക്കെ പ്രതിഷേധം, ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയൊക്കെ സ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ അന്ന് അവിടെ കണ്ടതാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് CV ആനന്ദബോസിന്റെ രാജി. PR അരവിന്ദ് ചേരുന്നു വിവരങ്ങളുമായി. അരവിന്ദ്, എന്താണ് രാജിക്ക് കാരണം എന്നെന്തെങ്കിലും സൂചനയുണ്ടോ? ഹാഷ്മി, എന്താണ് രാജിക്ക് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അല്പസമയം മുമ്പാണ് അദ്ദേഹം രാജിവെച്ചതായി വിവരം പുറത്തു വരുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തും എന്നതും ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസുമായി വലിയ രീതിയിലുള്ള തർക്കത്തിൽ CV ആനന്ദബോസ് തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാൻ പോവുകയാണ്. അതിനെ പ്രഖ്യാപനത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇപ്പോൾ ഒരു രാജി CV ആനന്ദബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരുമായി എല്ലാം വലിയ രീതിയിൽ അടുപ്പത്തിലുണ്ടായിരുന്ന CV ആനന്ദബോസിന്റെ രാജി അത് എല്ലാ
എല്ലാവരെയും ഇപ്പോൾ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ രാജിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. CV ആനന്ദബോസ് ഉടൻ തന്നെ ഡൽഹിയിലേക്ക് എത്തും, ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് ഈ രാജിക്ക് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാകൂ. എന്തായാലും നമുക്കറിയാം, മലയാളിയാണ് അദ്ദേഹം. നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരുമായി വലിയ രീതിയിലുള്ള തർക്കങ്ങൾ അദ്ദേഹം നിലനിന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ അവിടെ വലിയ രീതിയിലുള്ള കേസുകൾ എടുക്കുന്ന സാഹചര്യമെല്ലാം പോയിരുന്നു. ലോക്സഭയിൽ പരിശോധന നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. നിരന്തരം തൃണമൂൽ കോൺഗ്രസ് സർക്കാരുമായി വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമുള്ള ഈ രാജി, അതെല്ലാവരും എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഉറ്റുനോക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുമെന്ന് മനസ്സിലാകുന്നു. അതിനുശേഷമായിരിക്കും ഇതിൽ എന്താണ് അദ്ദേഹത്തെ രാജിവെക്കാൻ പ്രേരിപ്പിച്ചെന്ന കാര്യം വ്യക്തമാവും. ഹാഷ്മി, PTA കൊടുക്കുന്ന ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഐ ഹാവ് സ്പെൻഡ് ഇനഫ് ടൈം അറ്റ് ഗവർണേഴ്സ് ഓഫീസ്. ഗവർണറുടെ ഓഫീസിൽ ഇതിനോടകം തന്നെ ഒരുപാട് സമയം ഞാൻ ചെലവഴിച്ചു കഴിഞ്ഞു എന്ന ഒറ്റ വരി ഒരു പ്രതികരണം PTA അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാം, കിട്ടുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം. ശേഷിനി, ഞാൻ ചോദിച്ചത് അടിപൊളി കൺഫ്യൂഷനാണ്. ഇത് 4 ദിവസമാണോ, 4 ആഴ്ചയാണോ, 1 മാസമാണോ, എത്ര മാസങ്ങളാണ്? ഒരു പിടിയും ഒരു ധാരണയും ഇല്ലാത്ത കൺഫ്യൂഷനിൽ ഇപ്പോഴും യുദ്ധമുഖത്തുള്ളത്, എപ്പാർട്ട് ഫ്രം രാഷ്ട്രീയം. ശ്രീ കേണൽ ഡിന്നി. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, ആ ചോദ്യത്തിലേക്ക് ഞാൻ ഡെഫിനറ്റ്ലി വരാം. പക്ഷെ ചെറിയ ചില ക്ലാരിഫിക്കേഷൻ ശ്രീ രാജു പി നായർ പറഞ്ഞിട്ട് അത് ഞാൻ അങ്ങോട്ട് വരാം. ഒന്ന്, എനിക്ക് സന്തോഷമുണ്ട്, അദ്ദേഹം തന്നെ പലസ്തീന്റെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു. പലസ്തീനിയൻ ഇഷ്യൂവിൽ നമ്മൾ UN പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു റെസൊല്യൂഷനിൽ നമ്മൾ വോട്ട് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് തന്നെ നമ്മളെ കാണിക്കുന്നത് ഭാരതത്തെ സംബന്ധിച്ചുള്ള എക്കാലവും ഒരേ നയം തന്നെയാണ്. അത് ഏത് ഗവൺമെന്റ് വന്നാലും അത് ഒരൊറ്റ നയമായിരുന്നു. അതായത് 2 സ്റ്റേറ്റ് പോളിസിയിൽ ഒരു മാറ്റവും നമ്മൾ വന്നിട്ടില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ ശ്രീ രാജു പി നായർ അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് പ്ലീസ് അലോ മീ ടു സ്പീക്ക്. അപ്പം ആ ഒരു വിഷയത്തിൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ ആ രീതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ലല്ല, ഞാൻ അലോ മീ ടു കംപ്ലീറ്റ്. അപ്പം ഇതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മൾ എക്കാലവും ഒരേ നയം തന്നെയാണ്. അതായത് 2 സ്റ്റേറ്റ് പോളിസി തന്നെയാണ്. പലസ്തീൻ എന്നുള്ളൊരു സെപ്പറേറ്റ് രാജ്യം വേണോ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നയം. ഇന്നും അത് തന്നെയാണ്. പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേൽ പാർലമെന്റ് ചെന്നപ്പോഴും പലസ്തീനിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പലസ്തീനിനെ കുറിച്ച് അവിടെ സംസാരിച്ചു, ഹമാസിനെ കുറിച്ച് സംസാരിച്ചു, ഹമാസിനെ കണ്ടം ചെയ്തു. അതുപോലെ തന്നെ അവിടെ സമാധാനം വേണമെന്ന് ആ പാർലമെന്റിൽ പറഞ്ഞു. അതൊന്ന്. രണ്ടാമതായിട്ട് ശ്രീ രാജു പി നായർ, ഞാൻ പണ്ഡിറ്റ് നെഹ്റുവിനെയോ ഇന്ദിരാഗാന്ധിജിയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനെ ഞാൻ കളിയാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ അവരെടുത്ത തീരുമാനം രാഷ്ട്ര താല്പര്യത്തിന് എടുത്ത തീരുമാനം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ BJP ഇരിക്കുന്നതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാനുള്ള ഇതില്ല. പണ്ഡിറ്റ് നെഹ്റു പല തീരുമാനങ്ങൾ തെറ്റായിട്ടുണ്ട്. പക്ഷെ അത് ഇത് ചർച്ചയിലെ ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. എടുത്ത തീരുമാനങ്ങൾ, അതായത് കണ്ടം ചെയ്യാത്ത കാര്യങ്ങൾ, അത് അന്ന് ആ സമയത്ത് റെലവെന്റ് ആണ്, ആ സമയത്ത് രാജ്യ താല്പര്യത്തിനാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമുക്ക് എന്താ പറയുക? അവരുടെ അമേരിക്ക തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഡൊണാൾഡ് ട്രംപിനെ? അവിടുത്തെ സുപ്രീം കോടതി കേൾക്കുന്നുണ്ടോ? അവിടുത്തെ രാഷ്ട്രീയക്കാരെ കേൾക്കുന്നുണ്ടോ? അവിടുത്തെ ആളുകൾക്ക് കേൾക്കുന്നുണ്ടോ? പിന്നെ നമ്മൾ ആരാണ്? ചൈന ഡൊണാൾഡ് ട്രംപിന്റെ ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ നെഞ്ചത്തോട് കയറാൻ വന്ന ശ്രീ ഡിന്നി, നമ്മുടെ നെഞ്ചത്തോട് കയറാൻ വന്ന മറുപടി കൊടുക്കണം. ഈ പറഞ്ഞ ഇന്ത്യ പാക് യുദ്ധം നിർത്താൻ ഇടപെട്ട ഞാനാണെന്ന് പലയാവർത്തി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഷ്യയുടെ എണ്ണ വാങ്ങരുതെന്ന് അയാൾ പറയാതെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പരമാധികാര രാജ്യമല്ലേ ശ്രീ ഡിന്നി? സൗകര്യം നമ്മൾ പറയണം. ട്രംപിന് വേണ്ടി ക്യാമ്പയിൻ അതല്ലേ പറഞ്ഞത് ശ്രീ ഹാഷ്മി. അതായത് ശ്രീ ഹാഷ്മി, ഒരു കാര്യം, അതായത് നമ്മൾ ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് എല്ലാത്തിലും കയറി ചാടി വീണ് പറയുന്നതാണോ നമ്മുടെ പ്രവൃത്തി കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്? ഈ പുള്ളി പറഞ്ഞല്ലോ നമ്മൾ ഇനി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കത്തില്ലെന്ന്. നമ്മളിപ്പോ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങി നിർത്തിയോ? നമ്മൾ ഇപ്പോഴും 20% അടുപ്പിച്ച് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇന്നലെ നമ്മൾ വീണ്ടും റഷ്യ എടുത്ത് പറഞ്ഞു നമുക്ക് ഇനി ആവശ്യമുണ്ട്, നമ്മൾ ഇനി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അത് കൂടും. അപ്പൊ നമ്മൾ ഈ പറയുന്നത് എന്ത് വേണമെങ്കിലും പറയാം. ഡൊണാൾഡ് ട്രംപിന് ട്വിറ്ററിൽ വന്നിട്ട് എന്തും ചെയ്യാം, എന്തും പറയാം. അതല്ല നമ്മുടെ സ്റ്റാൻഡ്. നമ്മുടെ സ്റ്റാൻഡിന് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 വശമുണ്ട്. അത് ഒന്ന് പറയുന്ന കാര്യങ്ങളും ഒന്ന് പറയാതെ ചെയ്യുന്ന കാര്യങ്ങളും, ഒന്ന് ക്വയറ്റ് ഡിപ്ലോമസി, ബിഹൈൻഡ് ദ സീൻ ഡിപ്ലോമസി. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതൊന്നും ശ്രീ രാജു പി നായറിനെ അറിയാത്തോണ്ടല്ല. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷത്ത് ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ അത് പറയാൻ പറ്റും. അതിനകത്ത് ഒന്നുമില്ല. പിന്നെ ശ്രീ ഹാഷ്മി പറഞ്ഞ ഏതോ ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഏതോ ഒരാള് ഇസ്രായേലിനകത്ത് അവിടെ ഇരുന്ന് TV ഷോയിൽ, ആ TV ഷോയിലൊക്കെ ഇരിക്കുന്ന ആളുകളെ നമ്മളെ എന്ത് ക്രെഡിബിലിറ്റിയാണ് ശ്രീ ഹാഷ്മി അതിനകത്തൊക്കെ കൊടുക്കുന്നുള്ളത്? അത് പറഞ്ഞ് നമ്മളെ ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അങ്ങനെയുള്ള ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ TVയുടെ ചാനൽ വന്നിട്ട് ആരൊക്കെ എന്തൊക്കെ പറയുകയാണ്? ഞാൻ കണ്ട ഒരു ട്രോളില് US-ഉം ഇറാനും ഇസ്രായേലും കൂടെ ഒരുമിച്ച് വന്നിട്ട് അവര് കൈകൂപ്പി പറയാണ്, പ്ലീസ് നിങ്ങൾ ഈ ചാനലിൽ വന്നിട്ട് പറയാണ് നിങ്ങൾ ഈ യുദ്ധം ഒന്ന് നിർത്തൂ എന്നിട്ട്. അപ്പൊ അതൊക്കെ ഈ പറയുന്ന അവതാരകൻ അവിടുത്തെ പ്രധാനപ്പെട്ട അവതാരകനാണ്.
അയാൾ കേവലം എന്നെ പോലെ ഒരു അവതാരകനല്ല, അയാൾ അവിടുത്തെ നെസറ്റിലെ ഒരു പാർട്ടിയുടെ ആയിക്കോട്ടെ. അംഗമായിട്ട് പോയ ആളാണ്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ അവതാരം എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ അല്ല ഒരു രാജ്യത്തിന്റെ ആശ്മി, മൊറയിൽ, ഒരു ആയിക്കോട്ടെ. രാജ്യത്തിന്റെ ആശ്മി, അഭിമാനം അതായിക്കോട്ടെ. എന്നൊക്കെ അറിയാവുന്ന ഒരാളൊന്ന് പറയാണ്. ഇന്ത്യയിലെ 1.4 ബില്യൺ ആൾ നമുക്ക് വേണ്ടി പണിയെടുക്കാൻ പോകുന്നു. ശ്രീ ഹാഷ്മി ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. അത് ശ്രീ ഹാഷ്മി ആയിക്കോട്ടെ, അതിനകത്ത് പ്രശ്നമില്ല. ഇപ്പൊ ശ്രീ ഹാഷ്മി തന്നെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞത് അത് ഇറാനോ അല്ലെങ്കിൽ ഇസ്രയേലോ കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സ്റ്റാൻഡാണോ? അല്ലല്ലോ. ഇപ്പൊ അതേപോലെ ഓരോ ആങ്കർ, ഇപ്പൊ അർണബ് ഗോസ്വാമി പറയുന്ന എല്ലാം ഇന്ത്യയുടെ സ്റ്റാൻഡാണോ? അല്ല. അതൊക്കെ ഓരോ TV ചാനലിന്റെ അവരുടെ ശരിയായിട്ടുള്ള രീതി അല്ലെങ്കിൽ അവരുടെ ശൈലി അനുസരിച്ച് പറയുന്നതായിരിക്കും. അത് നമുക്ക് അതിനകത്ത് വിട്ടേക്കാം. ഇനി ശ്രീ ഹാഷ്മിയുടെ ക്വസ്റ്റ്യനിലേക്ക്, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഡെഫിനറ്റ്ലി കൺഫ്യൂഷൻ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു. US ഈ യുദ്ധത്തിലേക്ക് ചെന്ന സമയത്ത് അവർ ഒരു പ്ലാനിങ്ങിന്റെ ഒരു പ്രശ്നം, അവർക്ക് പ്ലാനിങ് അല്ല, അവരൊരു ഫോർസൈറ്റ്, അതായത് ഈ യുദ്ധം ഇങ്ങനെയൊക്കെ വരുമെന്ന് അവർ കരുതി കൂട്ടിയിട്ടില്ല. അവരുടെ ഒരു കാൽക്കുലേഷൻ, അവർ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് എല്ലാ നേതാക്കളുമേ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇറാൻ ഉടനെ കൊളാപ്സ് ആവും. ആൻഡ് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ വേറൊരു ലീഡർഷിപ്പ് വരും. അവരും US-ഉമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാ രീതിയിലുള്ള കംപ്ലീറ്റ് ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ US-ന് കൺട്രോൾ വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി പ്ലാൻ ചെയ്തത്. എന്നിട്ട് ഇന്നലെ അദ്ദേഹം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു, ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ ബോംബ് ചെയ്തപ്പം എല്ലാ ലീഡർഷിപ്പും ഇല്ലാതായി, ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇരുന്ന ആളുകൾ പോലും ആ ബോംബിൽ ഇല്ലാതായെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു. അതുകൊണ്ട് കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രൊലോങ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചുള്ള എത്ര ദിവസം ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ അത്രയും തന്നെ US-നെ സംബന്ധിച്ചോളം അവർക്ക് ആ പ്രഷർ കൂടത്തേ ഉള്ളൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ജയിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായിട്ട് ജയിക്കണമെന്നുള്ളത് US-ന്റെ ആവശ്യമാണ്. ഇറാനിന് പിടിച്ചു നിന്നാൽ മാത്രം മതി. അപ്പൊ അതിന് പിടിച്ചിരിക്കാനുള്ള ശേഷി ഇതുവരെ നമ്മൾ കണ്ടു, ഇറാന്റെ ഭാഗത്തുണ്ട്. അവർ മിസൈൽസ് ഇന്നും അവർ അടിക്കുന്നുണ്ട് പല രീതിയിൽ. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 4ാമത്തെ F-15 അടിച്ചിട്ടതായിട്ടുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. അത് ഇറാന്റെ ഉള്ളിൽ തന്നെ ആണെന്നുള്ള ന്യൂസാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിലും ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. 1230 കാഷ്വാലിറ്റീസ് ആണ് ഇറാനിയൻ മീഡിയ തന്നെ കോട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് വശത്തും നാശനഷ്ടമുണ്ട്. എനിക്കൊന്ന് അബുദാബിയിൽ ഇന്ന് കുറച്ച് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്നത് ഈ ഒരു യുദ്ധം എത്രമാത്രം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തി, നമ്മൾ എന്ത് വേണമെങ്കിലും അദ്ദേഹം വിളിച്ചോ, അദ്ദേഹം വന്നിട്ട് ഒരു ദിവസം ട്വിറ്ററിൽ വന്ന് പറയാണ്, ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ എല്ലാ ഒബ്ജക്റ്റീവ്സും നേടിക്കഴിഞ്ഞു, ഞാൻ ഇനി നിർത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് നിൽക്കും. അതല്ലാതെ ഇറാൻ സ്വയമായിട്ട് സറണ്ടർ ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതി വരുമെന്ന് എനിക്ക് ഇപ്പം എന്തായാലും ആ ഒരു രീതിയിലുള്ള ഒരു ഫീൽ ഒന്നും അല്ലെങ്കിൽ ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്കത് പറയാൻ. അതിനിടയിൽ ഉത്തര കൊറിയ ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കുന്നതിനിടയ്ക്കൂടെ പുതിയതായി നിർമ്മിച്ച ചോ ഹ്യോൺ യുദ്ധക്കപ്പലിൽ നിന്ന് ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തി. 5000 ടൺ ഭാരമുള്ളതാണ് പുതിയ യുദ്ധക്കപ്പൽ. ഇനി ആ കിം ജോങ് ഉന്നൂടെ യുദ്ധമൊത്ത് ജോയിൻ ചെയ്യാൻ വരികയാണോ എന്നറിയില്ല. എന്തായാലും ഇന്ന് എക്സാനിൽ കണ്ട ഒരു വീഡിയോ, നല്ലൊരു വീഡിയോ, 8 വയസ്സുള്ള ഒരു പെൺകുഞ്ഞാണ്. ആ കുട്ടി പറയുന്നത്, നിങ്ങൾ ഞങ്ങളോട് കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനെ പറ്റി പറയും, നിങ്ങൾ ഈ പ്ലാനറ്റ് ഗ്രീനാക്കി നിർത്തേണ്ടതിനെ പറ്റി പറയും, എന്നിട്ട് നിങ്ങൾ ഈ ഭൂമുഖത്തെ നശിപ്പിക്കാനുള്ള ബോംബുകൾ അവിടെ കുഞ്ഞുങ്ങളെ കൊല്ലും. അതുകൊണ്ട് വാർ മോങ്കേഴ്സെ, യുദ്ധക്കൊതിയന്മാരെ, യുദ്ധകൊറിയന്മാരെ ഈ കുട്ടികൾ നിങ്ങളെ കാണുന്നുണ്ട് എന്നോർത്താൽ നന്ന്. ഇപ്പോൾ RL രവി പുതിയ ബംഗാൾ ഗവർണറാകും എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ആ വാർത്തയുടെ അടക്കം വിശദാംശങ്ങളും 24/24 എൻകൗണ്ടർ പൂർണ്ണ വന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.